കേരളത്തിൽ ആകെ 576 കിലോമീറ്റർ ദൂരമാണ് ഈ കടൽ തീരമായിട്ടുള്ളത്. അതിൽ 365 കിലോമീറ്ററിലാണ് വിവിധ ഭാഗങ്ങളിലായി സംരക്ഷണം ആവശ്യമായിട്ടുള്ളത്. ഇപ്രകാരം 365 കിലോമീറ്ററിലും കടലാക്രമണ സംരക്ഷണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നാൽ കടലാക്രമണത്തിൻ്റെ തീവ്രതയും ആവർത്തന സ്വഭാവവും കാരണം പ്രസ്തുത 365 കിലോമീറ്ററിൽ 118 കിലോമീറ്റർ സംരക്ഷണ പ്രവർത്തികൾക്ക് സാരമായ കേടുപാട് സംഭവിച്ചു. 120 കിലോമീറ്റർ നീളത്തിലുള്ള പ്രവർത്തികൾക്ക് ഭാഗികമായ കേടുപാടും കൂടാതെ 127 കിലോമീറ്റർ നീളത്തിലുള്ള പ്രവർത്തികൾ യാതൊരു കേടുപാടുകളും കൂടാതെ പ്രവർത്തനക്ഷമമായി നിലകൊള്ളുന്നു. അതിനാൽ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ചില സ്ഥലങ്ങളൊഴികെ വകുപ്പ് നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണെന്നാണ്. എന്നാൽ ഇതിനോടകം ഇപ്പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ നിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ചിട്ടുള്ള ആലോചന നടത്തിയത്. അങ്ങനെ കേരളത്തിൽ ഇതിനോടകമായി തന്നെ 10 ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചെല്ലാനത്ത് വളരെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിർമ്മിതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. NCCR റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഇനി ലഭ്യമാകേണ്ടതായിട്ടുമുണ്ട്. അതിനെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഹോട്ട്സ്പോട്ടിൽ പെടാത്ത ഏരിയയിലും അതിരൂക്ഷമായ കടലാക്രമണം സമീപകാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനും സമാനമായ നിലയിൽ തന്നെ ഇത്തരം പ്രവർത്തനം നടത്താൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ആലോചനകളും ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതും പ്രകാരമുള്ള പഠനങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ളത്.